ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. നല്ല പടങ്ങളൊക്കെ ഇറങ്ങിയിടേ, പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ നിർത്തിയില്ല, ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് എൻ്റെ റിവ്യൂ ഒരാൾ കൂടെ ഉണ്ട്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെൻ്റെ പെങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ കണ്ട പടം ഒന്നും പറയാനില്ല. പടത്തിന്റെ പേര് കിൽ. സോ ഞാൻ ആദ്യം പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടം സത്യം പറയാം, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു ത്രില്ലർ പടങ്ങളിൽ ബെഞ്ച് മാർക്ക്. സീരിയസ്ലി. കാരണം എ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തത്. സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ ഡ്യൂറേഷൻ 2 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് നമ്മള് ലിറ്ററലി ഇത് പടം തീർന്നാ അങ്ങനെ പോയി. കാരണം ഹാഫ് ടൈം ആയപ്പോഴും എനിക്ക് ഞാൻ തിങ്ക് ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ ഉണ്ടായിരുന്നു. പക്ഷെ സമയം നോക്കിയപ്പോഴത്തേന് 3/4 മണിക്കൂർ 1 മണിക്കൂർ കംപ്ലീറ്റ് ഫിനിഷ് ആയിരുന്നു ആ സമയത്ത്. ആൻഡ് ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റാഴ്സിലേക്ക് പോവാം. ആദ്യം പറയാനുള്ളതിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ നിഖിൽ നാഗേഷ് ഭട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ. ബ്രോ, ഹാറ്റ്സ് ഓഫ്. യു ജസ്റ്റ് ഷോഡ് വാട്ട് യു ക്യാൻ ഡു. ലിറ്ററലി ടോപ്പ് നോച്ച്. ലൈക്ക് ഓൾ എന്ന് വെച്ചാൽ ഒരു നൈറ്റിൽ നടക്കുന്ന ഒരു സീൻ എന്ന് പറയുമ്പം അതിനകത്ത് ഏറ്റവും നമ്മൾ കൈതി കണ്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ ഉള്ള കാര്യം തന്നെ സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ്, ഇറ്റ്സ് ദ ബേസിക് തിങ്. അത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. സോ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ഡയറക്ഷൻ നെക്സ്റ്റ് ലെവൽ. റൈറ്റർ എന്ന് പറയണം ഡയറക്ടർ തന്നെയാണ്. ബട്ട് വൺ മോർ പെർസൺസ് ദാറ്റ് ഈസ് ഐഷ സെയ്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളാണ്. എൻ്റെ ലിറ്ററലി യു ഗൈസ് ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. കാരണം അതിൻ്റെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നുണ്ടല്ലോ, ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരിടത്തും ക്രിഞ്ച് ഫീൽ ചെയ്യില്ല, ഒരിടത്ത് തോന്നില്ല. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. സത്യം പറയാമല്ലോ, ഞാനിപ്പോഴൊരു ഷോക്കിലാണ്. ഞാൻ അതിനകത്ത് ഓരോ സീൻ വരുമ്പോഴും ഞാൻ ഇവളുടെ ഫേസ് നോക്കുന്നുണ്ടായിരുന്നു. കണ്ണടിച്ചിരിക്കുക. ഞാൻ നോക്കും, ഇത് കണ്ണടിച്ച്. കാരണം അത്രയ്ക്ക് ബ്രൂട്ടലാണ്. അത്രയ്ക്ക് നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ജോൺ വിക്ക് ഒക്കെ പ്രതീക്ഷിച്ച് ചോദിക്കാനുണ്ടല്ലോ, നിങ്ങൾക്കത് കിട്ടും. എനിക്ക് പേഴ്സണലി മങ്കി മാൻ റിലീസ് ചെയ്ത സമയത്ത് എനിക്കത് കാണാൻ പോകണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടുത്തെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ല. സോ ഐ വോണ്ട് ടു ലൈക്ക് OTT അല്ലാണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഇന്ത്യൻ ഇങ്ങനെ ഒരു പടം വേണം എന്ന് പറയുമ്പോൾ ദേ റിലീസ്ഡ് കിൽ. ലിറ്ററലി കുറച്ച് ദിവസം വൈകിപ്പോയെന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. കുറച്ച് പേര് തിയേറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ കൈയടിക്കാത്ത വിസിലടിക്കാത്തായിട്ട് ഒറ്റ മനുഷ്യർ അവിടെ ഇല്ലായിരുന്നു ലിറ്ററലി. കാരണം അത്രയും പേരുണ്ടായെങ്കിലും അത്രയ്ക്കും അഡ്രിനാലിൻ മാക്സിമം റഷാണ് സത്യം പറഞ്ഞാൽ. അടുത്തത് ആക്ടേഴ്സിലോട്ട് വേണമെങ്കിൽ ലക്ഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോ, യു ജസ്റ്റ് നെയിൽഡ് ഇറ്റ് മാൻ. യു ജസ്റ്റ് നെയിൽഡ് ഇറ്റ് ടു ഇറ്റ്സ് മാക്സിമം ലെവൽ. പുള്ളിക്കാരൻ്റെ ഓരോ ഇടി ഉണ്ട് നമ്മുടെ ഒരു കിൻഡിലുണ്ടായിരുന്നു സത്യം പറയണം. നമുക്ക് ഇടി ആ ഒരു അഡ്രിനാലിൻ റഷ് ഇല്ല, അത് തോന്നും. പുള്ളിക്കാരൻ്റെ ആ ഓരോരോ സ്റ്റണ്ടിലും ഇമോഷണൽ സീൻസ് പുള്ളിക്കാരൻ ചെയ്തായാലും, ബിക്കോസ് ഹീ ഈസ് ആക്ടിങ് ആസ് എൻ NSG കമാൻഡർ. സോ അത് റൂമർ അല്ല, യു ക്യാൻ സീ ഇറ്റ് ത്രൂ ഔട്ട് ദ പോസ്റ്റർ. നെക്സ്റ്റ് ലെവൽ. പിന്നെ അടുത്ത് പറയാനുള്ളത് ദ വില്ലൻ രാഘവ് ജുവൽ. ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് ഹിം. നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ പേര് ചിലപ്പോൾ പുതിയതായിരിക്കാം. ഹീ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡാൻസർ ഇൻ അവർ കൺട്രി. ധർമ്മേഷൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഘവ് ജുവലാണ് എൻ്റെ പെർഫെക്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡാൻസറാണ് പുള്ളിക്കാരൻ. ABCD പിന്നെ സ്ട്രീറ്റ് ഡാൻസർ പോലത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഹീ ഈസ് ജസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഹീ ഈസ് ഡൂയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ റോൾ. ഹീ ഈസ് ഡൂയിങ് ആൻ വില്ലൻ റോൾ ആൻഡ് ഹീ ഡൺ ഇറ്റ് വെരി പെർഫെക്റ്റ്. നിനക്ക് എന്താ പറയാനുള്ള? എനിക്ക് ഞാൻ പകുതി കണ്ടിട്ടില്ലാത്തതൊന്നും പറയാനില്ല. സത്യത്തിൽ എനിക്ക് അടിക്കാൻ തോന്നി. സത്യത്തിൽ അത്ര നല്ല അഭിനയം. ഇപ്പൊ ഞാൻ ഒന്നും പറയണ്ടല്ലോ. പിന്നെ സപ്പോർട്ടിങ് റോളായിട്ട് അഭിഷേക് ചൗഹാൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ബ്രോ, നിങ്ങൾ നൈസായിരുന്നു സത്യം പറഞ്ഞാൽ. കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ പടം കാണാം. അത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊള്ളും സീരിയസ്ലി. ബിക്കോസ് വാട്ട് ആൻ ആർമി മാൻ ക്യാൻ ഡു ടു സേവ് അതേഴ്സ് ലൈഫ്, ദേ ആർ ജസ്റ്റ് സാക്രിഫൈസിങ്. നമ്മളിവിടെ ഒന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇത് കണ്ടു നോക്കാം എന്തായാലും. ആൻഡ് എടുത്തവരെന്ന് പറഞ്ഞാൽ നമ്മുടെ CID മുളയില്ലേ, പുള്ളിക്കാരനകത്തുണ്ട്. ലൈക്ക് വില്ലൻ തന്നെയാണ്, ബട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഇമോഷണൽ സീൻസൊക്കെ പുള്ളിക്കാരൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സീരിയസ്ലി. കാരണം പുള്ളിക്കാരൻ സ്ക്രീനിൽ കാണുമ്പം വി കാൺട്ട് ടേക്ക് ഐസ് ഫ്രം ഹിം. പുള്ളിക്കാരൻ നൈസാണ് ലിറ്ററലി. എന്താ പറയുക,
പുള്ളിക്കാർ പ്രൂവ് ചെയ്താണ്. നമ്മളത് പറഞ്ഞിട്ട് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത് സ്റ്റൺ മാസ്റ്ററാണ്. ഐ ഡോണ്ട് നോ ഹിസ് നെയിം, റോബ് എന്നങ്ങനത്താണ്, ഒരു കൊറിയൻ സ്റ്റൺ മാസ്റ്ററാണ്. ഹി ജസ്റ്റ് കിൽഡ് ഇറ്റ് ത്രൂ ഔട്ട് ദ മൂവി. കാരണം ഒരു NSG കമാൻഡോ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഞാൻ ലിറ്ററലി NSG കമാൻഡോ ഫൈറ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഒത്തിരി മൂവീസ് നമുക്ക് റെഫറൻസ് എടുത്ത് നോക്കിയാലും ഞാനിപ്പം ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് കിയാനു റീവ്സ്, ഓക്കെ, ജോൺ വിക്ക്. സോ എനിക്ക് ആ ഒരു വൈബ് കിട്ടി സത്യം പറഞ്ഞാൽ. ആ ഒരു ഫൈറ്റ് സീൻസിലായാലും ലൈക്ക് ഒരു നോർമൽ ഗൈ അല്ലെങ്കിൽ ഒരു ആരായാലും എങ്ങനെയായിരിക്കും അവരൊരു ആക്ഷൻസും കാര്യങ്ങളും, അല്ലാണ്ട് ഊരിയിടിക്കുക 50 പേര് പറഞ്ഞുകൊണ്ട് അവർ വരും. ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഇൻ റിയൽ ലൈഫ്. ആൻഡ് ദിസ് മൂവി ഈസ് ജസ്റ്റ് മാക്സിമം. ഒരു എക്സാമ്പിൾ, കാരണം ഈ പടങ്ങളൊക്കെ എങ്ങനെയാണ് ബോളിവുഡിൽ ക്ലിക്ക് ആവാത്തത് എനിക്ക് ഇതുവരെ മനസ്സിലാവുള്ള. എനിക്ക് അറിയത്തില്ലടേ എന്താണ് ആൾക്കാരെ മനസ്സിൽ പോണേന്ന് സത്യം പറഞ്ഞാൽ. കാരണം ഒത്തിരി പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ബോളിവുഡിൽ, പക്ഷെ ആരും അറിയാം. കാരണം ഞാൻ സത്യപ്രേം കി കഥ എന്ന് പറഞ്ഞിട്ടൊരു പടം കണ്ടു, കിടിലൻ പടം, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല ആ പടത്തെ പറ്റി. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ ദീസ് മൂവീസ് മാക്സിമം ഇഫ് യു ഗൈസ് ഹാവ് ലൈക്ക് ത്രില്ലർ പടം, ആക്ഷൻ പടം ഒരെണ്ണം കാണാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ പോപ്കോൺ മേടിച്ചോ, ടിക്കറ്റ് എടുത്തോ, പോയി കണ്ടോ. ഇഫ് ഇറ്റ്സ് PVR or എനിത്തിങ് പോയി കണ്ടോ. ഞാൻ ഏരിയസിൽ പോയി കണ്ട്. ഇറ്റ്സ് മൈ ഫേവറേറ്റ് സ്ക്രീൻ ആഫ്റ്റർ രേവതി സിനിമ. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ഓക്കെ, എനിക്ക് അത്രേ പറയുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയണ്ട? ലോല ഹൃദയ സിനിമ കാണരുത്, അതൊരു പോയിന്റ്. ഇല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇരുന്ന് കാണേണ്ടി വരും. ഓക്കെ, സോ അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ.